പ്രൈസ് ലോർഡ്. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. നമ്മളൊരു പാട്ടി പാടാറുണ്ടല്ലോ, ഈ നാളുകളിൽ ജീവിക്കുന്നത് എന്തു ഭാഗ്യം എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു തലമുറയിൽ ജീവിക്കാനും അതിനേക്കാൾ പ്രത്യേകമായി ഈ ഒരു സത്യം അറിയുവാനും ദൈവം നമുക്ക് അവസരം നൽകി എന്നുള്ളത് വളരെ ദൈവത്തെ സ്തുതിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനൊരു പെന്തക്കോസ് കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. പക്ഷേ ഈ ദൈവവചനത്തിലുള്ള കാര്യങ്ങളും അവിടെ നടക്കുന്ന കാര്യങ്ങളും തമ്മിൽ ഒരിക്കലും യോജിച്ചു പോകുന്നില്ലായിരുന്നു. പക്ഷെ ദൈവം വചനത്തിലൂടെ എൻ്റെ ഉള്ളിൽ തന്ന ബോധ്യങ്ങൾ അവിടെ കാണാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സാവകാശം ഒരു പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു പോകാൻ ഇടയായി തീർന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു അസംബ്ലീസ് കോഡിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ കണ്ടുമുട്ടി. അപ്പൊ എന്നോട് ചോദിച്ചു, ജോസേ, നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, ദൈവഹിതപ്രകാരമുള്ള ഒരു പണി ഒരിടത്തും നടക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് അങ്ങനൊരു പണിക്ക് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ച് കൊടുത്തുകൂടാ? ആ സമയത്തായിരുന്നു നമ്മുടെ ജയ്മോൻ ബ്രദറും സന്തോഷ് ബ്രദർ പറഞ്ഞ പോലെ നെല്ലിപ്പോയിൽ ഇടയ്ക്കിടയ്ക്ക് പുള്ളി എന്നും അസംബ്ലീസ് കോഡിന്റെ ഭാഗമായിരുന്നു, വരാറുണ്ടായിരുന്നു. അപ്പം ബ്രദറിന്റെ അടുത്ത് നിന്നാണ് പല കാസറ്റുകളും എനിക്ക് കിട്ടാനിടയായി തരാം. സാഗ്ദോറിന്റെ മെസ്സേജിന്റെ അതെന്നെ വല്ലാണ്ട് ചലഞ്ച് ചെയ്തു. ആ മെസ്സേജ്, അതിന് പ്രത്യേകിച്ച് ഒരു മെസ്സേജ് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഡ്രൈവിംഗ് ഔട്ട് ദ സ്പിരിറ്റ് ഓഫ് ആന്റിക്രൈസ്റ്റ്, അന്തിക്രിസ്തുവിന്റെ ആത്മാവിനെ പുറത്താക്കുക. അപ്പൊ അന്ന് എൻ്റെ ഒരു ചിന്ത, എനിക്ക് വചനങ്ങളൊക്കെ കുറെ അറിയാം, ജനിച്ചു വളർന്നു തന്നെ പെന്തക്കോസിലായതുകൊണ്ട് വചനത്തിലൊക്കെ കുറെ അറിവൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു തൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കാസറ്റ് കേട്ടത് എന്നെ വല്ലാണ്ട് ഭയപ്പെടുത്തി. ഞാൻ കുറച്ചു നേരം ഇത് കേൾക്കും, എൻ്റെ ഉള്ളിൽ ഭയങ്കര ഭയം വരും. കാരണം ഇത് കേൾക്കും തോറും എൻ്റെ ഉള്ളിൽ ഒരു അന്തിക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടെന്നുള്ള ഒരു വെളിച്ചം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് സമയം കൊണ്ട് അത് കേട്ടു തീർന്നു. പക്ഷെ അതിനോടുള്ള ബന്ധത്തിൽ എനിക്കൊരു ബോധ്യം വന്നു, ഇതാ സത്യം, ഈ സത്യത്തിന് വേണ്ടി നിൽക്കണം. അങ്ങനെ അവിടെയുള്ള എല്ലാ പെന്തക്കോസ് സഭകളിലെയും യൂത്ത് ഒന്നിച്ചു കൂടാൻ തുടങ്ങി. ഒത്തിരി പെന്തക്കോസ് സഭകളുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നിച്ചു കൂടുകയും പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയൊക്കെ ചെയ്യും തോറും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ തുടങ്ങി. അപ്പൊ ഇതൊരു ശക്തമായൊരു കൂട്ടമായി തീർന്നു യൂത്തിന്റെ. അപ്പം അവിടെയുള്ള പെന്തക്കോസ് സഭകളിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഒരു ഭയമായി, ഒരു പുതിയ സഭ തുടങ്ങാനുള്ള പരിപാടിയായിരിക്കും, അതുകൊണ്ട് ഇതിനെ എതിർക്കണം. അങ്ങനെ ശക്തമായിട്ട് ഞങ്ങളോടുള്ള എതിർപ്പ് കടന്നു വന്നു. അങ്ങനെ എതിർപ്പ് ശക്തമായപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ വിട്ടുപോയി. പക്ഷെ കുറച്ച് പേര് അവശേഷിച്ചു. അപ്പം എനിക്കൊരു കാര്യം ബോധ്യമായി, ഒരു വില കൊടുത്താൽ മാത്രമേ കർത്താവിന് വേണ്ടി നിൽക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ 1988 പെന്തക്കോസ് സഭകളുമായിട്ടുള്ള ബന്ധം വിട്ട് ഞങ്ങളൊരു 3 സഹോദരന്മാര് പുറത്തു വന്നത്. അന്നും നമ്മളീ പലരെ പോലെ തന്നെ ഈ സത്യങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിലും അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് വരാതിരിക്കുന്ന വഴിയുള്ള ഒരു ഭയവും നിരാശയും ഒക്കെ എൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം കരുണ കാണിച്ചു പടിപടിയായിട്ട് മുന്നോട്ട് പോകാൻ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സത്യത്തെ വിട്ടുകളയാതെ മുറുകെ പിടിക്കാനുള്ള ഒരു കൃപ ദൈവം തന്നു. എതിർപ്പുകളുടെയും ഒക്കെ മധ്യത്തിലും നിൽക്കാനായിട്ടുള്ള കൃപ തന്നു എന്നുള്ളതാണ് സത്യം. അത് ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീർന്നു. ഈ തലമുറയിൽ ദൈവം ഉയർത്തിപ്പിടിക്കുന്ന ആ ഒരു ജീവന്റെ സത്യത്തിന് സാക്ഷിയായി നിൽപ്പാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തതിനാണ് ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർക്കുന്നുണ്ട്. ഒരിക്കലും ഗാന്ധിജി നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞൊരു പ്രസ്താവനയാണ്. ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു, ഈ മനുഷ്യൻ പറയുന്നൊന്നും എനിക്ക് തിരിയുന്നില്ല, പക്ഷെ എനിക്ക് ശേഷം ഇന്ത്യയെ നയിക്കാൻ പ്രാപ്തനാണ് ഈ മനുഷ്യനെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ പോലെ, നമ്മൾ പെന്തക്കോസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ സാഗ്ഡോർ പറയുന്ന പല കാര്യങ്ങളും
നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയത്തില്ലായിരുന്നു. പക്ഷേ അന്തരാത്മാവിൽ ഇതാണ് സത്യം എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിട്ടുകളയാതെ പിടിച്ചു നിൽക്കാനായിട്ട് ദൈവം കരുണ ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ആയിരിക്കാനായിട്ട് ഇടയായി തീർന്നെന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ നമ്മളെല്ലാം അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് 1 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിലെ അപ്പോസ്തലൻ തീമോഥെയോസിന് എഴുതുമ്പം തീമോഥെയോസിനോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ 1 തീമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മളതിങ്ങനെ വായിക്കുന്നേ, ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച് വിശ്വാസത്തിന്റെയും സദുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുയേശുവിന് നല്ല ശുശ്രൂഷകനാകും. അതിലാ ഒരു പദമാണ് ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഗ്രഹിപ്പിച്ചാൽ. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ. നമ്മളെല്ലാം അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം, നമ്മൾ ഒത്തിരി ദൈവവചനങ്ങൾ കേൾക്കുന്നുണ്ട്, ഒത്തിരി ദൈവവചനങ്ങൾ നമുക്കറിയാം, ഒത്തിരി ഉപദേശങ്ങൾ അറിയാം. പക്ഷെ നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഈ ഗ്രഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയിലെ ഫിലിപ്പോസ് ഷണ്ടന്റെ തേരിനോട് ചേർന്ന് നടക്കുമ്പം ഫിലിപ്പോസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? അതിന് ഷണ്ടൻ സത്യസന്ധനായിട്ട് മറുപടി പറഞ്ഞു, പൊരുൾ തിരിച്ചു തരാൻ ഒരാളില്ലാണ്ട് എങ്ങനെ ഗ്രഹിക്കാൻ കഴിയും? അങ്ങനെ പൗലോസ് ഈ കർത്താവിനെ കുറിച്ചുള്ള വചനം അവനോട് പറഞ്ഞു കഴിഞ്ഞു. അവനത് ഗ്രഹിച്ചു. ഗ്രഹിച്ചതിൻ്റെ അനന്തരഫലം എന്തായിരുന്നു? ഒരു വെള്ളമുള്ള സ്ഥലത്തെത്തിയപ്പം ഷണ്ടൻ ഫിലിപ്പോസിനോട് ചോദിക്കുക, ഇതാ വെള്ളം, സ്നാനപ്പെടുന്നതിന് എന്താ തടസ്സം? അപ്പൊ ഈ ഒരു ഗ്രഹിച്ച ഒരു തലത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം അത് ഷണ്ടനെ ഒരു പ്രവൃത്തിയിലേക്ക് നയിച്ചു. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുള്ളി ഗ്രഹിച്ചു. അപ്പം പുള്ളിക്ക് മനസ്സിലായി, മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം. അപ്പം ഈ ഫിലിപ്പോസിന്റെ സംസാരത്തിനിടയ്ക്ക് മാനസാന്തരം അവൻ്റെ ഉള്ളിൽ നടന്നു. അടുത്ത് ചെയ്യേണ്ടത് സ്നാനമാണെന്ന് ബോധ്യമായി. അതുകൊണ്ടാണ് ഷണ്ടൻ പറഞ്ഞ് ഇതാ വെള്ളം. ഇപ്പൊ നമ്മുടെ ജീവിതത്തില് ദൈവീ സത്യം നമ്മൾ ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം 26 വാക്യങ്ങളിൽ 26-27 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും, കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും മനം തിരിയാതെയും. ഇവിടെ പറഞ്ഞിരിക്കുക പദപ്രയോഗം ശ്രദ്ധിച്ചു നോക്കി, ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും മനം തിരിയുകയും. അപ്പൊ നമ്മളൊരു കാര്യം ഗ്രഹിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യും? മനം തിരിയും, മാനസാന്തരപ്പെടും. മനസ്സിലായതുകൊണ്ട് നമുക്ക് മാനസാന്തരപ്പെടണമെന്നില്ല, അത് ഗ്രഹിച്ചാൽ മാത്രമേ മാനസാന്തരം വരത്തുള്ളൂ. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ CSC സഭകളിലിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഭർത്താക്കന്മാർ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കയ്പായിരിക്കരുത്, ഇല്ലേ? സ്ഥിരം നമ്മൾ കേൾക്കുന്നൊരു എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അത് സംഭവിക്കുന്നുണ്ട്. നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കിയേ, എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്? ഈ കാര്യം നമുക്കറിയാം, പക്ഷെ നമ്മളത് ഗ്രഹിച്ചിട്ടില്ല. ഗ്രഹിച്ചിട്ടുണ്ട് എന്ത് സംഭവിക്കും? നമ്മളത് ചെയ്യാൻ തുടങ്ങും, അനുസരിക്കാൻ തുടങ്ങും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവവചനം നമ്മൾ കേട്ടാൽ മാത്രം പോരാ, ഗ്രഹിക്കുകയും വേണം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ കർത്താവ് വിത്തിന്റെ ഉപമ വിശദീകരിക്കുമ്പം പറയുന്നൊരു കാര്യമുണ്ട്. അതിന്റെ 19-ാം വാക്യം, മത്തായി 13:19, ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാൻ ഞാൻ ദുഷ്ടം വന്നവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്ന ഇതത്ര വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. അപ്പൊ വചനം കേട്ടു, ഗ്രഹിച്ചില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? സാത്താൻ വന്നത് എടുത്തു കളയുന്നു. അതുപോലെ തന്നെ അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു, അത് വിളഞ്ഞ് 100, 60, 30 മേനി ഫലം നൽകുന്നു. അപ്പൊ ഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫലം ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കിയിട്ടേ ഉള്ളെങ്കിൽ ഫലം ഉണ്ടാവത്തില്ല. അപ്പം നമ്മുടെ CSC സഭകളിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ കണ്ടെത്തിയത്, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നമ്മളത് ഗ്രഹിക്കുന്നില്ല. ഈ ഗ്രഹിക്കുന്നിടത്ത് മാത്രമേ ഒരു ഫലത്തിലേക്ക് അത് നമ്മളെ നയിക്കത്തുള്ളൂ. അപ്പം ഞാനിത് ആമുഖമായിട്ട് പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം, 1 തെസ്സലോനിക്ക ലേഖനത്തിൽ 5-ാം അധ്യായത്തിലെ ഒരു വാക്യമുണ്ട്. അതിൻ്റെ 23-ാം
വാക്യം, 23-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 1 Thessalonians 5:23 സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത്തിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നമുക്കറിയാം, മനുഷ്യന് 3 ഭാഗങ്ങളുണ്ട്. പഴയ നിയമ ദേവാലയത്തിന് 3 തലങ്ങളുണ്ടായിരുന്നു: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞ പോലെ നമുക്ക് 3 തലങ്ങളുണ്ട്: ആത്മാവ്, ദേഹി, ദേഹം. അപ്പൊ നമ്മളെല്ലാവരും വീണ്ടും ജനിച്ചവരാണെന്ന് നമ്മൾ അവകാശപ്പെടാറുണ്ട്. ഒരാൾ നമ്മളോട് ചോദിക്കുക, വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഈ നടക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ അറിയാം. എന്താ ഈ വീണ്ടും ജനനം? നമ്മളെല്ലാം വീണ്ടും ജനിച്ചവരോടുള്ള ബന്ധത്തിൽ എന്താ വീണ്ടും ജനനം എന്നൊരാൾ നമ്മളോട് ചോദിക്കുക, വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലേ, കർത്താവ് ഒരിക്കല് നിക്കോദീമസിനോട് പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. നിക്കോദീമസിന്റെ ചോദ്യം എന്തായിരുന്നു? ഒരു മനുഷ്യൻ വൃദ്ധനായ ശേഷം അമ്മയുടെ വയറ്റിൽ കിടന്ന് വീണ്ടും ജനിക്കാമോ? മറുപടി എന്തായിരുന്നു? നീ ആത്മാവിനാലും ജലത്താലും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ കടപ്പാൻ കഴിയത്തില്ല. അപ്പൊ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ എന്താ നമ്മൾ ഈ സംഭവിക്കുന്നത്? വീണ്ടും ജനിക്കേണ്ട ആവശ്യകത എന്താ? നമുക്കറിയാം, ഏതെല്ലാം പാപം നിമിത്തം മനുഷ്യനെല്ലാം ആത്മീയമായിട്ട് മരിച്ചു. ആത്മീയമായിട്ട് മരിക്കുക എന്ന് പറഞ്ഞാലോ, നമ്മളെല്ലാം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ആത്മീയമായിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ലളിതമായ അർത്ഥം എന്താ? ദൈവത്തെ ഗ്രഹിക്കാനോ ദൈവത്തോട് സംസർഗം പുലർത്താനോ ഉള്ള നമ്മുടെ ആന്തരിക കഴിവ് നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. ഏതെല്ലാം അതാ സംഭവിച്ച് മനുഷ്യന്റെ പാപം നിമിത്തം അവൻ ആത്മാവിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ, ആത്മാവിൽ മരിച്ചതിന് ശേഷം എന്തായി മനുഷ്യനിൽ അവശേഷിച്ചത്? എന്താ? ഉൽപ്പത്തി 6 അത് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തില് ദൈവം തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നേ, ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു, സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കി. അവിടെ മനുഷ്യനെ, ആത്മാവിൽ മരിച്ച മനുഷ്യനെ വിളിച്ചിരിക്കുന്നത് ജഡമെന്ന. നമുക്കറിയാം, ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തിയിട്ട് അവന്റെ മൂക്കിൽ ജീവന്റെ ശ്വാസം, ആത്മാവിനെ ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ആത്മാവിൽ മരിച്ചപ്പം എന്താ സംഭവിച്ചത്? അവൻ കേവലം മൃഗങ്ങൾക്ക് തുല്യനായി തീർന്നു. മൃഗങ്ങളെ നയിക്കുന്നത് എന്തൊക്കെയാ? അല്ലെ, മൃഗങ്ങള് അതിന് വിശപ്പിന് ഭക്ഷണം വേണം, ദാഹത്തിന് വെള്ളം വേണം, ഇണ ചേരണം. മറ്റൊന്നും മൃഗത്തിന് ആവശ്യമില്ല. ആത്മാവിൽ മരിച്ചൊരു മനുഷ്യന്റെയും പ്രത്യേകത അതാ. അതിനെക്കുറിച്ചാണ് എഫേസ്യർ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. മുമ്പേ നാം എല്ലാവരും നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരം ഇഷ്ടമായ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ. നമ്മുടെ അവസ്ഥ ഏതായിരുന്നു? അപ്പൊ വീണ്ടും ജനിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നമ്മുടെ ഹൃദയങ്ങളിൽ പരിവർത്തിച്ചിട്ട് മൃദുവായി പോയി ആത്മാവ് വീണ്ടും ജീവിക്കുക ചെയ്യും. നമ്മുടെ ആത്മാവിൽ നമ്മൾ വീണ്ടും ജനിക്കുന്നു. എന്തിനാ അങ്ങനെ ആത്മാവിൽ വീണ്ടും ജനിക്കുന്നത്? ആത്മാവിൽ വീണ്ടും ജനിച്ച, അല്ലെ നമ്മൾ ആദാമുമായി മരിക്കുന്നതിന് മുമ്പ്, അല്ലെ പാപനിമിത്തം മരിക്കുന്നതിന് മുമ്പ് ആത്മാവിനാലാണ് അവർ നടത്തപ്പെട്ടിരുന്നത്. ദൈവമായുള്ള ഒരു സംസർഗത്തിൽ ആത്മാവിന്റെ തലത്തിൽ അവർ ജീവിച്ചിരുന്നത്. പക്ഷെ പാപം ചെയ്തതോടുകൂടി ആത്മാവ് മരിച്ചു. പിന്നീട് അവർ കേവലം ജഡമായി തീർന്നു. ഈ ജഡമായി തീർന്നവരോടുള്ള ബന്ധത്തിലും, അല്ലെ ആത്മാവിൽ മരിച്ചവർക്കും എന്തൊക്കെയുണ്ട്? ദൈവ ഭക്തിയുണ്ട്, ഇല്ലേ? നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കുമ്പോൾ വീണ്ടും ജനിക്കാത്ത എന്തുമാത്രം ആൾക്കാരാണ് ഭക്തിയുള്ളവരായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും പാടുന്നവരൊക്കെ ആയിട്ട് ജീവിക്കുന്നത്. പലപ്പോഴും നമ്മൾ ആ ഒരു തലത്തിൽ ദൈവത്തെ നമ്മളും അന്വേഷിച്ചിട്ടുള്ളവരാ ഒരു കാലഘട്ടത്തില്. അതിനകത്തും എന്ന് പറഞ്ഞാൽ ആത്മാവിൽ മരിച്ച മനുഷ്യന്റെ ഉള്ളിൽ ഒരു ദൈവഭക്തിയുണ്ട്, ദൈവത്തെ അന്വേഷിക്കാനുള്ളൊരു താല്പര്യമൊക്കെ ഉണ്ട്. നമ്മുടെ സ്വയം കൊണ്ടല്ല, ജഡം കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുണ്ട്. പക്ഷെ നമ്മൾ വീണ്ടും ജനിപ്പിക്കുമ്പം, വീണ്ടും ജനിപ്പിച്ചതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ, നാം ആ ജഡത്തിന്റെ തലത്തിൽ നിന്ന് വീണ്ടും എങ്ങോട്ട് വരണം? ആത്മാവിന്റെ തലത്തിലേക്ക് വരണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീഡിങ്, നമ്മളെ നയിക്കേണ്ടത് പിന്നെ ആത്മാവായിരിക്കണം. അത്രയും കാലം നമ്മൾ ജഡത്താൽ നയിക്കപ്പെട്ട, സ്വയത്താൽ നയിക്കപ്പെട്ട നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷം ഒരു കാരണവശാലും സ്വയത്താലും ജഡത്താലും നയിക്കപ്പെടാൻ പാടില്ല. പിന്നെ ആരാലാണ് നയിക്കപ്പെടേണ്ടത്? ആത്മാവിനാലാണ് നയിക്കപ്പെടുന്നത്. പക്ഷെ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കാം. നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷവും നമ്മൾ മുമ്പ് നടന്ന പോലെ തന്നെയല്ലേ നടക്കുന്നത്? നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നത്, മുമ്പേ നാം എല്ലാവരും എഫെസ്യർ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരക വിഷമായ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. വീണ്ടും ജനിച്ചതിന് ശേഷമോ
റോമാലേഖനം 5-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ 7-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതി, മുമ്പേ നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോകുന്നു. നാം ജഡത്തിലായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് എവിടായിരുന്നു? ജഡത്തിലായിരുന്നു. നമ്മളെ നയിച്ചതാരാ? ജഡമായിരുന്നു. നമ്മുടെ ചിന്തകളെ നയിച്ചതാരായിരുന്നു? ജഡമായിരുന്നു. നമുക്കറിയാം നമ്മുടെ 3 തലങ്ങളാണ് ഉള്ളത്. ഒന്ന് ആത്മാവ്, ദേഹി, ദേഹം. ദേഹിയിലാണ് നമ്മുടെ ബുദ്ധിയും വികാരങ്ങളും ഇച്ഛാശക്തിയും കുടികൊള്ളുന്നത്. വീണ്ടും ജനിച്ചതിന് ശേഷം നമുക്കത് നഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ദേഹി അവിടെ തന്നെയുണ്ട്. പിന്നെ അവിടെ എന്താ സംഭവിക്കേണ്ടേ? ഈ ആത്മാവ് ദേഹിയെ നിയന്ത്രിക്കാൻ തുടങ്ങണം. മറ്റേ ദേഹി സ്വതന്ത്രമായിട്ടാണ് നടന്നിരുന്നത്. അതിന്റെ പിമ്പിൽ ആരായിരുന്നു? എഫെസ്യനിൽ പറയുന്നുണ്ട്, സാത്താനായിരുന്നു. അനുസരിക്കേണ്ട മകൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയാവിനെയും അനുസരിച്ച് നടന്നു. അവർ വീണ്ടും ജനിച്ച ഒരു വ്യക്തി ഒരിക്കലും പിന്നെ എങ്ങോട്ട് പോകാൻ പാടില്ല? ദേഹിയുടെ തലത്തിലേക്ക് പോകാൻ പാടില്ല. ആത്മാവ് ലീഡിങ് എടുക്കണം. ആത്മാവിന്റെ പിന്നാലെ ആര് വരണം? ഈ ദേഹി നടക്കാൻ തുടങ്ങണം. നമ്മുടെ നടപ്പെന്താ വ്യത്യാസപ്പെടാത്ത? നമ്മുടെ സ്വഭാവം എന്താ മാറാത്ത? അതിന്റെ കാരണം നമ്മുടെ ദേഹിയില് പുതുക്കം വരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ റോമലേഖനത്തിൽ വായിക്കുന്നുണ്ട് 5-ാം അധ്യായത്തില്, റോമർ 5-ന്റെ 8-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെടുമ്പം, അല്ലെ രക്തത്താലുള്ള നീതീകരണം വരുമ്പം നമുക്ക് എന്താ കിട്ടുന്ന നന്മ? എന്താ? പാപത്തിന് ശമ്പളമായ നിത്യമരണത്തിൽ നിന്ന് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കഴുകി ശുദ്ധീകരിക്കപ്പെട്ട് നമ്മളൊരു പുതിയ സൃഷ്ടിയാകുന്നു. 2 കൊരിന്ത്യർ 5:15 നമ്മൾ വായിക്കുന്ന, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ, പഴയതെല്ലാം കഴിഞ്ഞുപോയി. പക്ഷെ നമ്മൾ എന്തൊക്കെയാ പഴയത് കഴിഞ്ഞു പോയിട്ടുണ്ടോ? നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കാം. ഇപ്പോഴും നമ്മൾ പണ്ട് ചിന്തിച്ചോ അല്ലേ ചിന്തിക്കുന്നത്. ഇപ്പൊ ആത്മാവിന്റെ തലത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകത, ആത്മാവിന്റെ ഒരു സ്വഭാവം അധികാരങ്ങൾക്ക് കീഴടങ്ങുക എന്നുള്ളതാണ്. എപ്പോഴും ദൈവാത്മാവ് നമ്മളെ അധികാരങ്ങൾക്ക് കീഴടങ്ങാൻ ഉത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ദേഹിയോ മത്സരിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെല്ലാം അങ്ങനെയാണ് ജീവിച്ചത്, മത്സരത്തിലാണ് ജീവിച്ചിരുന്നത്. വീണ്ടും ജനിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു സ്വഭാവത്തിൽ മാറ്റം വന്നോ? നമ്മുടെ മനസ്സിന് പുതുക്കം വന്നോ? ഈ 2-ാമത്തെ തലത്തിൽ നമ്മുടെ ദേഹിയുടെ വീണ്ടെടുപ്പ് നടക്കുമ്പോൾ നമ്മൾ സംഭവിക്കുന്ന ഒരു കാര്യം, ദൈവാത്മാവും ദൈവത്തിന്റെ വചനം കൂടെ നമ്മളെ പുതുക്കുന്ന ഒരു പ്രക്രിയ. റോമർ 12 നമ്മളിങ്ങനെ വായിക്കുന്നു, സഹോദരന്മാരെ 1-2 വാക്യങ്ങൾ ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകരുത്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവീകതനെ തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി. അപ്പൊ ഈ ദേഹിയുടെ വീണ്ടെടുപ്പിന്റെ തലത്തിൽ ആദ്യം ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തി തന്റെ പരിശുദ്ധാത്മാവിനാൽ തന്റെ വചനത്തിലൂടെ നമ്മുടെ ചിന്തകളെ പുതുക്കുന്ന പ്രക്രിയയാണ്. നമ്മുടെ ചിന്തകളെ ആത്മാവിനെ കീഴ്പ്പെടുത്തുന്ന തലത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തിയാണ് ആദ്യമായിട്ട് ദൈവം ചെയ്യുന്നത്. ഇവിടെ മനസ്സിനെ പുതുക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ പറയുമ്പോൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇതുവരെ നമ്മളൊരു മത്സരത്തിൽ ജീവിച്ചിരുന്ന നമ്മള് ദൈവാത്മാവ് പുതുക്കം തരുമ്പോൾ നമ്മുടെ അനുസരണത്തിലേക്ക് വരുന്നു. ഇതുവരെ മോഹിച്ചിരുന്ന നമ്മള് ദൈവാത്മാവിന്റെ പുതുക്കത്തിലേക്ക് ദൈവം നമ്മുടെ മനസ്സിനെ പുതുക്കുമ്പം മോഹത്തെ ഉപേക്ഷിക്കുന്നു. നമുക്കറിയാം, ഞങ്ങളൊക്കെ സാധാരണ ഈ നാടൻ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഒരു കശാപ്പുകാരൻ അവിടെയൊക്കെ മൃഗങ്ങളെയൊക്കെ മേടിച്ചുകൊണ്ട് കശാപ്പ് ചെയ്യുന്ന ഒരാള് ഒരു മൃഗത്തെ നോക്കാൻ വരുമ്പം അയാൾ ആ മൃഗത്തെ നോക്കുന്നത് എങ്ങനെയാണെന്നറിയാം? ആദ്യം അയാൾ നോക്കുന്നതിന് എത്ര കിലോ ഇറച്ചി കിട്ടും, ഇതിന്റെ തൊലിക്ക് കട്ടിയുണ്ടോ, തൊലിക്കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ ഇറച്ചി കുറയും, എന്തേലും തൊലിപ്പുറത്ത് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, തൊലിപ്പുറത്ത് അസുഖം ഉണ്ടെങ്കിൽ ആ തൊലിക്ക് വില കിട്ടത്തില്ല. അപ്പൊ അയാൾ അങ്ങനെയൊക്കെ അതിനെ നോക്കുന്നത്. 4 ചുറ്റും നടന്ന് നോക്കി ഒരു അടിയൊക്കെ കൊടുത്ത് ഇതിനെ ഇങ്ങനെ നോക്കും. പക്ഷെ ഒരു കറവക്കാരൻ കന്നാലിയെ നോക്കാൻ വരുമ്പോൾ എങ്ങനെയാ നോക്കുന്നതെന്ന് അറിയാം? അയാൾ ആദ്യം അതിന്റെ അകടയിലൊക്കെ നോക്കി എത്ര ലിറ്റർ പാല് കിട്ടാൻ സാധ്യതയുണ്ട്. ഇല്ല, 2 മനോഭാവം. അത് ഒരു കറവക്കാരൻ നോക്കുന്നതും ഒരു കശാപ്പുകാരൻ നോക്കുന്നതും തമ്മിൽ 2 രീതിയിൽ ഒരേ മൃഗത്തെ നോക്കിക്കാണും.
എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നമ്മൾ ഈ പാപത്തിനതിലായിരുന്നപ്പം നമ്മൾ കാര്യങ്ങൾ എങ്ങനെയാ നോക്കിക്കണ്ടേ? ഒരു സ്ത്രീയെ കണ്ട ഉടനെ എങ്ങനെയായിരുന്നു നോക്കുന്നേ? മോഹത്തോടെ. ഇന്നോ നമ്മൾ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞെന്ന് പറഞ്ഞ ശേഷം ഇന്ന് നമ്മൾ നോക്കുമ്പോഴും നമ്മുടെ ചിന്തകൾ അതേ ചിന്തയാണോ ഉള്ളത്? അതോ നമ്മൾ ആ സഹോദരിയുള്ളിൽ ആത്മാവിനെയാണോ കാണുന്നത്? നഷ്ടപ്പെട്ട ഒരാത്മാവുള്ള ഒരു സഹോദരി, ഈ സഹോദരിക്കും കൂടിയാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കുന്നത്? അതോ പണ്ട് നമ്മൾ ചിന്തിച്ച പോലെ ഒരു മോഹത്തിന്റെ തലത്തിലാണോ നമ്മുടെ ചിന്തകൾ? നമ്മുടെ മനസ്സിന് പുതുക്കം വന്നിട്ടുണ്ടോ? നമ്മുടെ മറുപടികൾ അല്ലെ? നമ്മളൊക്കെ പലപ്പോഴും കർത്താവിനെ അറിയുന്നതിന് മുമ്പ് വളരെ കഠിനന്മാരായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബീയത്തിലൊക്കെ നമുക്കറിയാം, സഹോദരിമാരോടുള്ള ബന്ധത്തിലൊക്കെ നമ്മൾ കഠിനമായിട്ടായിരുന്നു ഉത്തരം പറയുക. പക്ഷെ ദൈവാത്മാവിനെ നമ്മൾ പുതുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷം നമ്മുടെ വാക്കുകൾ മൃദുവായിട്ടുണ്ട്, വേദനിപ്പിക്കാത്തത്, പണിയുന്നത്, ഉത്സാഹിപ്പിക്കുന്നത്. ദൈവാത്മാവും ദൈവത്തിനും കൂടെ നമ്മുടെ മനസ്സിനെ പുതുക്കുമ്പം നമ്മുടെ സ്വഭാവത്തിലെ വ്യത്യാസം വരാൻ തുടങ്ങുന്നത്. ശരിക്കും കർത്താവ് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അപ്പൊ നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാന്ന് പറയുമ്പോൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. 9-ാം വാക്യം എന്ന് തോന്നുന്നു, ഇപ്പോഴും നിങ്ങൾ കർത്താവിൽ വെളിച്ചം. അതിപ്പോ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആത്മാവിലാണ് നമ്മൾ വെളിച്ചം. നമ്മുടെ ദേഹിയുടെ തലത്തിലും ദേഹത്തിന്റെ തലത്തിലും വെളിച്ചത്തിന്റെ അംശം വളരെ കുറവേ ഉള്ളൂ. ആത്മാവിൽ നിന്ന് വരുന്ന വെളിച്ചം നമ്മുടെ ദേഹിയിൽ ഏത് തലത്തിൽ വ്യാപരിക്കുന്നോ ആ അളവിലാണ് നമ്മൾ ലോകത്തിന്റെ വെളിച്ചമായി തീരുന്നത്. ഏതളവിൽ നമ്മൾ ആത്മാവിന് നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുന്നോ, ആത്മാവിന്റെ ചിന്തയ്ക്ക്. റോമാലേഖനം 8-ാം അധ്യായം നമ്മൾ എന്താ വായിക്കുന്നത്? ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്ന ഉദ്ദേശം എന്താ? ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ജഡത്തിന്റെ പ്രവൃത്തികളെ അല്ലെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. വീണ്ടും ജനിച്ച് നമ്മളൊക്കെ അറിയാം, വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഭക്ഷണം എന്തായിരുന്നു? ജഡത്തിൽ നിന്ന് വരുന്ന മോഹങ്ങളായിരുന്നു. വീണ്ടും ജനിച്ചതിന് ശേഷമോ 1 പത്രോസ് 2:2 ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഇന്ന് നമ്മളെ നയിക്കുന്ന വചനമാണ്. നമ്മൾ പാട്ടി പാടാറുണ്ട്, നമ്മെ നയിപ്പു ക്രിസ്തൻ വചനം തീർക്കുന്നു ഭീതി ശണ്ടയെല്ലാം. ക്രിസ്തൻ വചനത്താൽ നമ്മൾ നയിക്കപ്പെടുന്നിടത്ത് ഭീതി ശണ്ടയെല്ലാം നമ്മുടെ ഇടയിൽ നിന്ന് പോകത്തുള്ളൂ. പക്ഷെ നമ്മൾ മുമ്പ് നയിക്കപ്പെട്ടതുപോലെ തന്നെ നമ്മുടെ ചിന്തകള് ജഡത്തിന്റെ തലത്തിൽ നിന്ന് നമ്മളെ നയിക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? ഭീതി ശണ്ടയൊന്നും തീരത്തില്ല, ഐക്യത വരത്തില്ല, സ്നേഹം വരത്തില്ല. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെടണം. ആത്മാവിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മളിന്ന് പാടിയല്ലോ, മുറ്റും ഞാൻ തരുന്നിത ദേഹം ദേഹി ഇല്ലേ, എല്ലാം ഞാൻ തരുന്നെന്നാ പറഞ്ഞു. നമ്മുടെ ദേഹി എങ്ങനെ കൊടുക്കുന്ന കർത്താവിന്? ശരിക്കും ഈ ആത്മാവിന്റെ ഭക്ഷണം ഈ ദേഹിയ. ദേഹിയിൽ നിന്ന് വരുന്നതിനെ നമ്മളൊരു യാഗമായിട്ട് കൊടുക്കുന്നിടത്താണ് ആത്മാവിൽ നമ്മൾ ബലപ്പെടുന്നത്, കൂടുതൽ കൂടുതൽ നമ്മൾ ശക്തിപ്പെടുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് ലൂക്കോസ് പറഞ്ഞിരിക്കുന്നത്, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയോ എൻ്റെ മേലുണ്ടായിരുന്നു. ആത്മാവിൽ ബലപ്പെടുക. സ്നാപയോഹന്നാനെ കുറിച്ച് വേറെ തരത്തിലാണ് പറഞ്ഞത്, ഞാൻ കുറയണം അവൻ വളരണം. അപ്പൊ നമ്മുടെ ഈ ആത്മാവിൽ നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷം ഈ ആത്മാവ് നമ്മളെ നയിക്കാൻ തുടങ്ങണം, ആത്മാവ് നമ്മളെ ഭരിക്കാൻ തുടങ്ങണം. അത് ബലം പ്രയോഗിച്ച് ആത്മാവ് ചെയ്യത്തില്ല. ഓരോ ശോധനകളിലും നാം നമ്മെ തന്നെ കണ്ടെത്തി ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. ആ തലങ്ങൾ പറയണം. നമ്മളെ കുറിച്ച് 1 പത്രോസിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മളെ കുറിച്ച് ജീവനുള്ള കല്ലുകളെന്നാ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ജീവനുള്ള കല്ലാണ്, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ അവന്റെ അടുക്കൽ വന്നിട്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മളെ പണിയുമ്പം നാം തന്നെ വേണം പരിശുദ്ധാത്മാവിനോട് പറയാൻ, കർത്താവേ ഇവിടെ എനിക്ക് ചെത്തലിന്റെ ആവശ്യമുണ്ട്. നാം പറഞ്ഞാലേ ആത്മാവ് നമ്മളെ ചെത്തത്തുള്ളൂ. നമ്മൾ കോപിക്കുന്നവരാണെങ്കിൽ നമ്മളെന്താ പറയേണ്ടി ആത്മാവിനോട്? ഈ കോപത്തിന്റെ തലത്തിൽ എനിക്കൊരു ചെത്തലിന്റെ ആവശ്യമുണ്ട്, എന്നെ രൂപാന്തരപ്പെടുത്തണം, ഞാൻ എന്നെ തന്നെ എന്നിട്ട് സമർപ്പിക്കണം അതിനു വേണ്ടിയിട്ട്.
നമ്മൾ എബ്രായ ലേഖനത്തില് ഇങ്ങനെ വാക്യം വായിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തില് 13-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാളെ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവീൻ. നമുക്കറിയാം, പാപം എന്ന് പറയും എബ്രായ ലേഖനത്തിൽ നമ്മൾ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ പാപത്തോട് പോരാടുന്നതിൽ ഇതുവരെയും പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. 4-ാം വാക്യം 12:4. ഈ പാപത്തോടുള്ള പോരാട്ടം ഇവിടെ തുടങ്ങുന്നത്. ഇല്ല, നമുക്കറിയാവുന്നൊരു വാക്യ, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം ഇതുവരെ എതിർത്ത് നിന്നില്ല. എന്താ അതിന്റെ അർത്ഥം? പാപം ഇവിടെ തുടങ്ങുന്നത്. യാക്കോബോസിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാകുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അപ്പൊ പാപം ഇവിടെ തുടങ്ങുന്നത് നമ്മുടെ ചിന്തകളിലാണ്. മോഹം ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ജഡത്തിലുള്ള മോഹങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് വരുന്നു. നമ്മളതിനെ സ്വീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു പാപം ഗർഭം ധരിക്കും. അപ്പം കർത്താവ് എങ്ങനായിരുന്നു ഈ പാപത്തെ ജയിച്ച്? എങ്ങനായിരുന്നു? റോമലേഖനം 8-ാം അധ്യായം നമ്മൾ എന്താ വായിക്കുന്നത്? ജഡത്തിന്റെ ബലഹീന നിമിത്തം 3-ാം വാക്യം, ന്യായപ്രമാണത്തിന് കഴിഞ്ഞാൽ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. നമുക്കറിയാം, നമ്മുടെ ജഡത്തിലുള്ള മോഹങ്ങളെ സാത്താൻ കൊണ്ട് നമ്മുടെ ചിന്തകളിൽ ഇടുക ചെയ്യുന്നു. കോപിക്കാനോ മോഹിക്കാനോ പരാതി പറയാനോ മത്സരിക്കാനോ കൈപ്പോട്ടിരിക്കാനൊക്കെയുള്ള പരീക്ഷകൾ നമ്മുടെ ചിന്തകളിലായിടുന്നത്. നമ്മൾ പോരാട്ടം ചിന്തകളിലാണ് തുടങ്ങേണ്ടത്. നമ്മുടെ ചിന്താമണ്ഡലത്തിലാണ് പാപത്തോട് എതിർത്ത് നിൽക്കാൻ തുടങ്ങുന്നത്. ചിന്തകളിൽ ഒരു പ്രസവം നടക്കാതെ വണ്ണം നമ്മൾ അവിടെ പാപത്തോട് എതിർക്കുക, നാം മോഹങ്ങളോട് എതിർക്കുകയാണ് ചെയ്യുന്നത്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിലെ 15, 14, 15, 16 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവം നിങ്ങളിൽ വസിക്കാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്തുമാത്രം ദൈവവചനമുണ്ടോ ആ അളവിലാണ് നമുക്ക് ഈ മോഹത്തോട് എതിർത്ത് നിൽക്കാം, പാപത്തോട് എതിർക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഒരു കയ്പിന്റെ ചിന്ത കൊണ്ടുവരിക ഇല്ല, നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ അഭികരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു സൺഡേ ഒരു സഹോദരൻ നമ്മളെ കണ്ടിട്ട് ശ്രദ്ധിച്ചില്ല. ഉടനെ സാത്താൻ പറയും, നിന്നോട് എന്തോ പുള്ളിയുടെ ഉള്ളിലുണ്ട്. അതൊരു പാപത്തിന്റെ ചിന്തയാണ്. നമ്മൾ അതിനോട് എങ്ങനെ എതിർക്കുന്നത്? ഇല്ല, എൻ്റെ സഹോദരനെ കുറിച്ച് അങ്ങനെ ഹൃദയത്തിൽ ദോഷം കരുതത്തില്ല, ഞാൻ അതിനോട് എതിർത്ത് നിൽക്കുക ചെയ്യുന്നത്. എന്നിട്ട് സാത്താൻ നമ്മുടെ രണ്ടാമത് പറയും, പുള്ളിയുടെ അടുത്തോട്ടൊന്നും പോകണ്ട, കൈയൊന്നും കൊടുക്കണ്ട, വർത്താനൊന്നും പറയണ്ട. നമ്മളെങ്ങനെ അതിനോട് എതിർക്കുന്നത്? നേരെ അടുത്ത് ചെന്ന് സഹോദര പ്രൈസിലോടെ എന്തുണ്ട് വിശേഷം? സാത്താന്റെ തന്ത്രം അവിടെ പൊളിഞ്ഞു. അതേസമയം നമ്മൾ ആ ചിന്തയിൽ അതിനെ ഇടപെടുത്തുമെന്ന് വിചാരിച്ചു, അതവിടെ ഒരു വിത്തായിട്ട് വീഴും, കയ്പിന്റെ വിത്തായിട്ട് അത് വളരും. ഇല്ല, നമ്മുടെ ഇടയിലൊരു ഭിന്നതയ്ക്ക് ഈ കയ്പിന്റെ വേര് മുളച്ചാൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞിരിക്കുന്നത്? വല്ല കയ്പുള്ള വേര് മുളച്ച് അതിനാൽ അനേകർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള കയ്പ് ഞാൻ എൻ്റെ അടുത്തൊരു സഹോദരന് പങ്കിടും. കഴിഞ്ഞ ആഴ്ച പുള്ളി എന്നെ കണ്ടിട്ട് അത്ര മൈൻഡ് ഒന്നും ചെയ്തില്ല, എന്തോ അപ്പം സാവകാശം ആ സഹോദരൻ്റെ ഉള്ളിൽ ഒരു കയ്പിന്റെ കിട്ടും. അത് അവിടുന്ന് ആ സഹോദരൻ്റെ ചിന്താമണ്ഡലത്തിൽ എന്ത് സംഭവിച്ചു? ഒരു മലിനത വരും, സ്നേഹം കുറയുന്നു, ഒരു അകൽച്ച വരുന്നു. സാത്താൻ വിജയിച്ചു, നമ്മുടെ ചർച്ചിനുള്ളിൽ കൂടിക്കയറുന്നതിൽ വിജയിച്ചു, അകത്ത് വരുന്നതിൽ വിജയിച്ചു. സാത്താൻ എപ്പോഴും അങ്ങനെ നമ്മളെ ഈ തന്ത്രങ്ങളിലൂടെയാണ് വീഴിക്കുന്നത്. അപ്പൊ നമ്മൾ പാപത്തോടുള്ള പോരാട്ടം ആരംഭിക്കുന്നത് നമ്മുടെ ചിന്താമണ്ഡലത്തിലാണ്. നമ്മളോട് എന്ത് ചിന്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഫിലിപ്പിയർ 4:8 ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും സൽഗുണമോ സൽകീർത്തിയോ പുകഴ്ചയായതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ. നമ്മൾ പണ്ട് എങ്ങനായിരുന്നു? ജഡത്തിലായിരുന്നു. ഇപ്പം ഇതിന് നേരെ വിരുദ്ധമായ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് കേൾക്കാനും താല്പര്യം എന്തായിരുന്നു? ഇല്ലേ, നമ്മൾ കേൾക്കാൻ എന്തായിരുന്നു താല്പര്യം? നമ്മൾ ചെവി വട്ടം പിടിച്ച് കേൾക്കുന്ന ഒരാളെ കുറിച്ചൊരു ദുർവർത്തമാനം കേട്ട ഉടനെ നമുക്ക് ഭയങ്കര നല്ല ബിരിയാണി കഴിച്ചൊരു രസമായിരുന്നു. അതിങ്ങ് സ്വീകരിച്ചു, പിന്നെ അത് 10 പേരോട് പറഞ്ഞു, അല്ലേ? വളരെ സന്തോഷവാന്മാരായിരുന്നു നമ്മൾ. പക്ഷെ ഇന്നും നമ്മൾ അങ്ങനെ തന്നെയാണോ? അതോ ഒരാളൊരു ദുർവർത്തമാനമായിട്ട് വരുമ്പം ഞാനൊരു പുതിയ സൃഷ്ടിയാ, എനിക്കിനി ഇത് കേൾക്കാൻ പാടില്ല, എനിക്കത് കേൾക്കണ്ട. അന്നേരം നമ്മുടെ ഉള്ളിലുണ്ടൊരു തള്ളലുണ്ട് കേൾക്കാൻ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനോട് ആത്മാവിനാൽ എതിർത്ത് നിൽക്കുന്നു. നമ്മളിത് കേൾക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇനി അബദ്ധവശാൽ കേട്ടാൽ എന്ത് ചെയ്യുന്നു? അത് നമ്മളോട് കൂടെ തന്നെ നശിക്കണം. അത് മറ്റൊരു ചെവിയിലോട്ട് പോകാൻ ഇടവരരുത്. അത് നമ്മൾ കുഴിച്ചു മൂടണം. അതേസമയം സൽഗുണമായൊരു കാര്യമാണെങ്കിലോ സൽകീർത്തിയോ അത് നമ്മൾ
പങ്കിടണം മറ്റുള്ളവരോട്. ഒരു സഹോദരനെ കുറിച്ച് അങ്ങനെ ഒരു കാര്യം കേട്ടാൽ നമ്മൾ കഴിയുന്നിടത്തോളം പേരോട് പറയണം ആ സഹോദരനെ കുറിച്ച് വളരെ നല്ല സഹോദരനാണ്. പക്ഷെ ഒരു തിന്മ കേട്ടാലോ നമ്മളെ കൊണ്ടത് വേറെ ചെവിയിൽ കൈമാറാൻ പാടില്ല. കാരണം അതുവഴിയാ സാത്താൻ നമ്മുടെ ഇടയിൽ കയറിക്കൂടുന്നത്. അപ്പൊ നമ്മുടെ ഈ ചിന്തകളിൽ നമ്മൾ എന്തുമാത്രം ജാഗ്രത ഉള്ളവരാണ്. ഒന്നാമത് ഈ പാപത്തോടുള്ള പോരാട്ടം നമുക്കറിയാം. ന്യായപ്രമാണ കാലഘട്ടത്തിൽ പുറമേയുള്ള ശുദ്ധീകരണമായിരുന്നു. പുതുമത്തിലേക്ക് വരുമ്പോഴോ ആന്തരിക ശുദ്ധീകരണം, ഉള്ളിൽ ആദ്യം ശുദ്ധീകരിക്കപ്പെടേണ്ടേ. കർത്താവ് കൊണ്ട് പരീക്ഷന്മാരോടൊക്കെ പറഞ്ഞ് ആദ്യം നിങ്ങളുടെ അകം വെടിപ്പാക്കുക. അകം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ചിന്താമണ്ഡലം, നമ്മുടെ ഹൃദയം. ആദ്യം നമ്മൾ അവിടെയാണ് പാപത്തോട് തീർത്ത് നിൽക്കാൻ തുടങ്ങേണ്ടത്. അവിടെ ഇബ്രാഹിം പറഞ്ഞു പാപത്തോട് പോരാടുന്ന ഇതുവരെയും മലയാളത്തിൽ പ്രാണത്യാഗത്തോളം, ഇംഗ്ലീഷിൽ രക്തം ചിന്തുന്നവരെ എതിർത്ത് നിന്നിട്ടില്ല. നമുക്കറിയാം നമ്മുടെ ജീവൻ എവിടെ ഇരിക്കുന്നത്? നമ്മുടെ രക്തത്തിലായിരിക്കുന്നു, നമ്മുടെ സ്വന്തം ജീവൻ. നമ്മുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ വായിക്കും, നാം മരിച്ചു, നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഗലാത്യർ 2:20 അപ്പോസ്തലൻ പറഞ്ഞു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ഞാൻ മരിച്ചു, ഇനി കർത്താവാ എന്നിലൂടെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ ആത്മാവിന്റെ തലത്തിൽ എനിക്ക് ലഭിക്കുന്ന ജീവൻ, ആ ജീവനിൽ ഞാൻ വർദ്ധിച്ചു വരിക ചെയ്യുന്നത്. മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് ഞങ്ങൾ മീതെ എടുക്കാൻ വാഞ്ചിക്കുന്ന 1:15 അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പൊ ഈ ഉള്ളിലുള്ള ജീവൻ, ഈ മർത്യമാതിനെ എന്ത് ചെയ്യണം? നമുക്കറിയാം ഈ മരങ്ങളൊക്കെ, ഞങ്ങളൊക്കെ അവിടെ ഈ തെങ്ങുകളൊക്കെ വലിച്ചു കെട്ടാറുണ്ട്. ശല്യം ഉണ്ടാകും, തെങ്ങുകൾ വല്ല മരത്തിലും ഒക്കെ കെട്ടുക. പക്ഷെ മരം വളരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കെട്ട് പൊട്ടിക്കും. ഇത് വളരും തോറും ഈ കെട്ടിനെ പൊട്ടിച്ച് സ്വതന്ത്രമാകും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഈ ദൈവിക ജീവൻ നമ്മുടെ ദേഹിയിലേക്ക് വരണം. അത് വരണമെന്നുണ്ടെങ്കിൽ ദൈവജനത്താലുള്ള ഒരു പുതുക്കം നമ്മളിൽ നിരന്തരമായിട്ട് നടന്നുകൊണ്ടേയിരിക്കണം. ഇപ്പം മനസ്സ് പുതുക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ലളിതമായ അർത്ഥം ഇതാണ്: കർത്താവ് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുക, കർത്താവ് നോക്കുന്ന പോലെ കാര്യങ്ങളെ നോക്കി കാണാൻ തുടങ്ങുക. അതെങ്ങനെയായിരുന്നു? നമ്മളെങ്ങനെയായിരുന്നു നോക്കിക്കണ്ടിരുന്നത്? പഴയ നിയമപ്രകാരമായിരുന്നു. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. പക്ഷെ കർത്താവ് അങ്ങനെ നോക്കി കാണുന്നേ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ആ ഒരു പുതുക്കം നമ്മുടെ ഉള്ളിൽ വന്നു. ഇപ്പൊ നമ്മൾ ഉപദ്രവിക്കുന്ന ആളെ കുറിച്ച് നമ്മുടെ ആദ്യത്തെ ചിന്ത എന്താ വരുന്നത്? ഞാൻ കാണിച്ചു തരാമെന്നാണോ, അതോ കർത്താവേ ഈ മനുഷ്യനോട് കരുണ തോന്നണമെന്നാണോ? നമ്മൾ അങ്ങനെ വെളിച്ചമായി തീരുന്നത്. ഇപ്പൊ നമ്മളെ ഒരാൾ ശപിക്കുന്നു, നമ്മൾ കേൾക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ നേരത്തെ എങ്ങനെയായിരുന്നു? 10 ഇരട്ടി ശക്തിയിൽ തിരിച്ചടിക്കുമായിരുന്നു. ഇന്നോ കർത്താവ് ഈ മനുഷ്യനെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ല. അതിനെല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ നിരന്തരം നടക്കും തോറുമാണ് നമ്മൾ കൂടുതൽ ആത്മാവിൽ ബലപ്പെടുന്നത്. ആദ്യമൊക്കെ ഇച്ചിരി വിഷമം ആളെ കുറിച്ച് പ്രാർത്ഥിക്കാൻ, മുഖം ഓർക്കുമ്പം തന്നെ നമുക്ക് ആകെപ്പാടെ അസ്വസ്ഥത വരും. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പുതുക്കുമ്പം കർത്താവ് നോക്കിക്കണ്ട പോലെ തന്നെ, തന്റെ ശത്രുക്കളെ നോക്കിക്കണ്ട പോലെ തന്നെ സ്നേഹത്തോടെ, കരുണയോടെ, ക്ഷമയോടെ നമുക്ക് അവരെ നോക്കിക്കാണാനും അവരെ വേണ്ടി പ്രാർത്ഥിക്കാനും കഴിയും. നമ്മളെ ശാപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ കഴിയും. നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു വിളി എന്ന് പറയുന്ന ഇതാ. ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ ആദ്യം നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ടു. രണ്ടാമത്തെ ഘട്ടം നമ്മുടെ ദേഹിയിലുള്ള വീണ്ടെടുപ്പ്. അത് ഒന്നാമത് മനസ്സിന് പുതുക്കം വരുന്നു, വികാരങ്ങൾക്ക് പുതുക്കം വരുന്നു, ഇച്ഛാശക്തി ആരോടൊപ്പം നിൽക്കാൻ തുടങ്ങുന്നു. നമ്മുടെ ഇച്ഛ ആരോടുകൂടെ നിന്നേ? ജഡത്തോടു കൂടിയായിരുന്നു നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. ജഡത്തിന്റെ ഏത് മോഹം വന്നാലും നമ്മുടെ ഇച്ഛ അതിനെ സ്വീകരിച്ച് ഹൃദയത്തിലാക്കുമായിരുന്നു. ഇപ്പോഴോ നമ്മുടെ ഇച്ഛയിൽ അതിനോട് എതിർക്കുന്നുണ്ടോ? ഉദാഹരണം, തമ്മി കാണുമ്പം സാധാരണ നമ്മുടെ ജഡത്തിന്റെ പ്രത്യേകതയാണ് നന്മ പറയാനല്ല, ആരെക്കുറിച്ചുള്ള തിന്മ കേട്ടതൊക്കെ പങ്കിടാനാണ് നമുക്ക് താല്പര്യം തോന്നുന്നത്. നമ്മുടെ ഇച്ഛയെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെതിരായിട്ട് തിരിക്കാൻ തുടങ്ങണം മനഃപൂർവ്വമായിട്ട്. നമുക്ക് സ്വയം പറ്റത്തില്ല. അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയല്ല നമ്മളത് ചെയ്യുന്നത്. നമ്മുടെ ചായ്വ് എപ്പോഴും എന്താ? ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന 6-ാം അധ്യായത്തിൽ, മനുഷ്യന്റെ നിരൂപണങ്ങൾ ബാല്യം മുതൽ ദോഷമുള്ളതാണ്. അതിനെക്കുറിച്ച് ലിവിംഗ് വീൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മനുഷ്യന്റെ ചായ്വ് ദോഷത്തിലേക്കാണ്, ചെരിവ്. നമ്മുടെ പ്രത്യേകത അതായിരുന്നു. അവിടുന്ന് ദൈവം നമ്മളെ വീണ്ടെടുത്തേ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ചായ്വ് എങ്ങോട്ടാക്കുന്നു? യഹോവഭക്തിയിലേക്ക് ആക്കുന്നു. ദോഷത്തിൽ നിന്ന്. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലേ ചെയ്യും. നമ്മൾ എന്തിനാ ആത്മാവിഷയത്തിന് വേണ്ടി ചോദിക്കുന്നത്? കർത്താവ് ആരെയാ വിളിച്ചേ? അധ്വാനിക്കുന്നവരും ഭാരം. മത്തായി 11:29, 28-29 എൻ്റെ അടുക്കൽ വരുവീൻ എന്ന് പറഞ്ഞാൽ, ഈ പാപത്തിന്റെ കെട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ
ആ പാപത്തിന്റെ ഭാരത്താൽ നിരാശരായിരിക്കുന്നവരെ കർത്താവ് വിളിച്ച്. സഹോദരന്മാരെ, ഈ കോപത്തിന്റെ ഭാരം, മോഹത്തിന്റെ ഭാരം, മത്സരം, ഇതൊക്കെ ഒരു ഭാരമായിട്ട് നമുക്ക് തീർന്നിട്ടുണ്ടോ? അത് ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്? പരദൂഷണം പറയുന്നത് നമുക്കൊരു ഭാരമായി തീർന്നിട്ടുണ്ടോ? മറ്റുള്ളവരെ കുറിച്ച് ദോഷം ചിന്തിക്കുന്നത് ഭാരമായി തീർന്നിട്ടുണ്ടോ? കർത്താവ്, എനിക്കിത് വേണ്ട, എനിക്കിനി ആരുടെയും ദോഷം ചിന്തിക്കുകയും വേണ്ട, കേൾക്കുകയും വേണ്ട, എനിക്ക് ആരോടും കോപിക്കേണ്ട കർത്താവ്, എനിക്ക് ആരെയും മോഹിക്കേണ്ട, എനിക്ക് മത്സരിക്കണ്ട, എനിക്ക് അനുസരിച്ചാൽ മാത്രം മതി. കാരണം എന്താ? ഇബ്രാഹിം 5-ാം അധ്യായം നമ്മൾ വായിക്കുന്ന കർത്താവ് എങ്ങനെയാ തികഞ്ഞവനായി തീർന്നേ? താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നു. 1 പത്രോസ് 4 നമ്മളിങ്ങനെ വായിക്കുന്നു, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ എന്ന് പറഞ്ഞാൽ ആ പാപത്തിന് ജഡത്തിൽ വെച്ച് തന്നെയാണ് കർത്താവ് മരണശേഷി എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു ഗർഭധാരണത്തിലേക്ക് കൊണ്ടുവന്നില്ല, അത് അവിടെ വെച്ച് തന്നെ നശിച്ചു. അപ്പൊ നമ്മളെ വിളിച്ചിരിക്കുന്ന അതിനു വേണ്ടിയിട്ടാ. നിരന്തരമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് സാത്താൻ ഇങ്ങനെ ദുർമോഹങ്ങൾ ഇട്ടോണ്ടായിരിക്കുന്നത്. ഇപ്പൊ ചില പാപങ്ങളോടുള്ള ബന്ധം നമ്മൾ വലിയ പോരാട്ടത്തിലായി കരച്ചിൽ നിലവിളിയൊക്കെയായിട്ട് കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കി എന്ന് വിചാരിക്കുക. ഇപ്പം കർത്താവിന്റെ പരീക്ഷയ്ക്ക് ശേഷം നമ്മൾ ഇങ്ങനെ വായിക്കുന്ന മത്തായിലെ സാത്താൻ കുറെ കാലത്തേക്ക് അവനെ വിട്ട് പോയി എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ചു നാളത്തേക്ക് നമ്മുടെ അടുത്ത് വരത്തില്ല മോഹത്തിന്റെ പരീക്ഷയായിട്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഞാൻ രക്ഷപ്പെട്ടു, സ്വതന്ത്രനായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ദേ വരുന്നു 10 മടങ്ങ് ശക്തി വരും. ആ മോഹത്തിന്റെ ഒരു ചിന്ത ഇങ്ങ് വരിക, നമ്മൾ അറിയുക പോലും ഇല്ല. അത് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ കയറി ചിന്തകളിൽ നമ്മൾ പാപം ചെയ്യാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന സുബോധത്തോടെ ഇരിക്കുക, ജാഗ്രത ഉള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. എപ്പം പാപത്തിന്റെ ചിന്തകൾ വന്നാലും നമ്മൾ ജാഗ്രത ഉള്ളവരായിരിക്കണം, അതിനെ സ്വീകരിക്കാൻ പാടില്ല. നമ്മൾ പലപ്പോഴും അലസരായിരിക്കുമ്പോഴാണ് ഈ പാപത്തിന്റെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നത്. എപ്പോഴും നമ്മൾ ഈ ദൈവദിനത്തിന് വേണ്ടിയുള്ള ദാഹം കൊണ്ട് നിറഞ്ഞവരായിരിക്കണം. എപ്പോഴേലും ഒക്കെ ഒരു ഒഴിവ് സമയം കിട്ടിയ ഉടനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ ആത്മീയ വളർച്ചയുടെ തലത്തിലേക്ക് പോകുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഇങ്ങനെ പറയായിരുന്നു, ബ്രദറെ ഒരു രക്ഷയില്ല, ഞാൻ എപ്പോഴും ഗാസയില, ഈ ഹമാസുമായുള്ള യുദ്ധത്തിലാ. അപ്പൊ ഈ യൂട്യൂബ് തുറന്നാൽ ഉടനെ ആ വാർത്തകളാ കേൾക്കും. കേട്ടിട്ട് എനിക്ക് ആകെപ്പാടെ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവിടുന്ന് രക്ഷപ്പെടാൻ എന്താ വഴി എന്താ? ആ ചാനൽ അടയ്ക്കുക എന്നുള്ളതാ. അത് കേൾക്കാതിരിക്കുക എന്നുള്ളതാ. അത് കേട്ടാൽ എന്ത് ചെയ്യും? വീണ്ടും നമ്മുടെ ഈ ചിന്ത വരും. അപ്പൊ നമ്മൾ പാപത്തെ അതിന്റെ ആരംഭത്തിൽ തന്നെ നേരിടാനായിട്ട് തുടങ്ങണം. ആ ചാനൽ, ഇപ്പം പത്രം അല്ലേ, ന്യൂസ് പേപ്പർ, നമ്മളെല്ലാം മലയാളിയുടെ പ്രത്യേകത രാവിലെ വായിക്കും. ഞാൻ അതിന് അടിമയായിരുന്നു. പക്ഷെ കുറച്ചു കാലമായിട്ട് ഞാൻ പത്രം വരവ് നിർത്തി. കാരണം എന്താണെന്നറിയും? ഈ പത്രത്തിന്റെ പിന്നീട് വരുന്ന ആത്മാവ് എന്നെ അങ്ങ് സ്വാധീനിക്കുകയാണ്. ഈ ദുർഭരണത്തിനെതിരായിട്ടും പാട്ടിക്കൂട്ടുന്ന നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആ ചിന്തയും പോരാട്ടമാ. ഞാൻ ആ പരിപാടി നിർത്തി, പത്രം വായന നിർത്തി. അതിനുശേഷം വല്ല സഹോദരന്മാരുടെ അടുത്തൊക്കെ മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ ഒന്ന് ഓടിച്ചു നോക്കുമായിരുന്നു. ഇപ്പൊ അതും നിർത്തി. ഞാൻ കൈ കൊണ്ട് തൊടാറില്ല. കാരണം എന്താ? അത് തൊട്ട് കഴിയും വീണ്ടും അതേ ആത്മാവാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ ലോകത്തിന്റെ ഒരു ആത്മാവ് ഇടിച്ചു കയറി നമ്മുടെ ഉള്ളിലേക്ക് വരിക. അതുകൊണ്ട് ഞാൻ വളരെ സ്വതന്ത്രനായി, കൂടുതൽ വചനത്തോടുള്ള താല്പര്യം ഉണ്ടായി, കൂടുതൽ വചനം വായിക്കാൻ, ധ്യാനിക്കാൻ പറ്റുന്നുണ്ട്. മറ്റേ ചിന്തകൾ മുഴുവൻ ഈ പറഞ്ഞ പോലെ ഒരു അസ്വസ്ഥത ആത്മാവിലാണ് ജീവിക്കുന്നത്. കാരണം ഇതിന്റെ എല്ലാം പിമ്പിൽ ഈ ലോകത്തിന്റെ ഒരു ആത്മാവുണ്ട്. നമ്മൾ അറിയാതെ അതിനെ പാനം ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ വിഷം കുടിച്ചാൽ എന്താ സംഭവിക്കുക? മരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാ. കട്ടി കുറഞ്ഞ വിഷമാണേൽ പെട്ടെന്ന് മരിക്കത്തില്ല, ഒരു ചികിത്സയൊക്കെ വേണ്ടി എവിടുന്ന് രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞ പോലെയാ. ഇതിന്റെ എല്ലാം ഈ ലോകത്തിലുള്ള അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്ന യോഹന്നാന്റെ ലേഖനത്തിൽ ഈ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. 1 യോഹന്നാൻ 2:15-16 വരുമ്പം ലോകം എന്ന് പറഞ്ഞാൽ എന്താന്നാ പറഞ്ഞിരിക്കുന്നത്? ജഡമോഹം, കൺമോഹം. അപ്പൊ ഈ ജഡത്തിൽ നിന്ന് വരുന്ന എല്ലാം ലോകമാണ്. അതിനകത്ത് നിന്ന് വരുന്ന എല്ലാം ലോകത്തിൻ്റെതാണ്. അപ്പൊ അതിനെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്ത് നിന്ന് വരുന്ന ഒന്നും നമ്മൾ കൈക്കൊള്ളാൻ പറ്റത്തില്ല, പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് പുതുക്കപ്പെടുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യം, അങ്ങനെ വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും? എതിർത്ത് നീക്കാനായിട്ട് തുടങ്ങും. നമ്മളതിനെ വിധേയപ്പെടുത്തത്തില്ല. അത് മാത്രമല്ല, നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ മാത്രം പോരാ. 1 പത്രോസ് 2 നമ്മൾ എന്താ വായിക്കുന്നത്? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്. ഇപ്പൊ പാപത്തിന് മരിച്ചാൽ മാത്രം പോരാ, പിന്നെന്ത് ചെയ്യണം? നീതിക്ക് ജീവിക്കണം. എഫെസ്യർ കള്ളനോട് പറഞ്ഞിരിക്കും, നീ കക്കരുതെന്ന് മാത്രമല്ല, കള്ളൻ നീ കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യാനുണ്ടാകുന്ന സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കണം എന്ന് പറഞ്ഞാൽ കക്കാതിരുന്നാൽ മാത്രം പോരാ, അവൻ അധ്വാനിച്ചുണ്ടായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങണം എന്ന് പറഞ്ഞാൽ നമ്മൾ പാപത്തിന് മരിച്ചാൽ മാത്രം പോരാ, നീതിക്ക് ജീവിക്കുകയും കൂടെ വേണം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭാര്യയോട് കയ്പായിരിക്കുന്നില്ല, അപ്പം നമുക്ക് ഇതായിരിക്കും രക്ഷപ്പെട്ടു.
കുറെ കാലമുള്ള പ്രശ്നം രക്ഷപ്പെട്ടു. പക്ഷെ രക്ഷപ്പെടലല്ല, അതിന് 2 തലങ്ങളുണ്ട്. പിന്നെ എന്ത് ചെയ്യാനാ പറഞ്ഞേ? സ്നേഹിക്കണം. കയ്പില്ലാതിരുന്നാൽ മാത്രം പോരാ, സ്നേഹിക്കാൻ തുടങ്ങണം. ഇതിന് 2നും കൂടെ കർത്താവ് വന്നത്. പാപത്തിന് മരിക്കണം, നീതിക്ക് ജീവിക്കണം. അപ്പം ഭാര്യയെ സ്നേഹിക്കണം. ഇപ്പം ഭാര്യയെ സ്നേഹിക്കുന്നതിനുള്ള ബന്ധത്തിൽ നമ്മൾ എന്താ ചെയ്തിപ്പം വെളിപ്പാട് പുസ്തകത്തിലെ സഭയ്ക്ക് എഴുതുമ്പോൾ അവരോട് പറഞ്ഞു, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാൻ എന്ത് ചെയ്യാനാ പറഞ്ഞത്? ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, സ്നേഹിക്കാനല്ല പറഞ്ഞു. അപ്പൊ ആ സ്നേഹം ഉണ്ടായിരുന്നപ്പോഴത്തെ പ്രവൃത്തികൾ എന്തൊക്കെയായിരുന്നു? ചിന്തിച്ചു കഴിഞ്ഞു. നമുക്ക് ഭാര്യയല്ലേ, ഭർത്താവിന് സ്നേഹം ഉണ്ടായിരുന്നപ്പോഴത്തെ അന്നുണ്ടായിരുന്ന പ്രവൃത്തികൾ എന്തൊക്കെയായിരുന്നു? ഒരു അസുഖമായിട്ട് കിടക്കണം, ഓടിച്ചെല്ലും, ഇല്ലേ? ആശ്വസിപ്പിക്കും. ചൂടുവെള്ളം വേണോ? നമ്മൾ അടുക്കള കയറി ചൂടുവെള്ളമൊക്കെ അനത്തി കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പൊ ആദ്യ സ്നേഹം പോയി കഴിയുമ്പോഴോ ഒന്നും മിണ്ടാണ്ട് അവിടെ എങ്ങാനും കിടക്കാൻ പറയില്ലേ? ഓ ചൂടുവെള്ളം, ഇപ്പം ചൂടുവെള്ളം കുടിച്ചില്ല, അവിടെ കിടന്നോളാൻ പറയും. അതുകൊണ്ട് അവിടെ ദൈവാത്മാവ് പറഞ്ഞ ആദ്യത്തെ പ്രവൃത്തി ചെയ്യാൻ തുടങ്ങാനാ പറയുന്നത്. അന്ന് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? കുറ്റപ്പെടുത്തുമായിരുന്നു. നമ്മുടെ വിവാഹത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ചിന്തിച്ചു നോക്കിയേ, ഭാര്യമാർക്ക് എന്ത് വീഴ്ച വന്നാലും കുറ്റപ്പെടുത്തുമായിരുന്നു. നമ്മുടെ ആദ്യത്തെ പദപ്രയം എന്താ? സാരമില്ലെന്നായിരുന്നു. സാരമില്ല, ആദ്യം അതാ പറയുന്നത്. ഒരു പാത്രം വീണ് പൊട്ടി നമ്മൾ കാണുകയാണെ എന്താ പറയും? സാരമില്ല, പോട്ടെ, നമുക്ക് വേറെ മേടിക്കാം. ഇന്ന് നമ്മൾ ഒച്ചയും ബഹളമൊക്കെ വെക്കും, നീ എന്നാ നോക്കിയത് ചെയ്യില്ലേ? ഒത്തിരി ചോദ്യങ്ങൾ. എന്താ അതിന്റെ കാരണം? ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. ഈ ആദ്യ സ്നേഹം തിരിച്ചു കൊണ്ടാൻ പറഞ്ഞ പ്രവൃത്തി, ആദ്യത്തെ പ്രവൃത്തി ചെയ്യാനാ പറഞ്ഞത്. സഹോദരന്മാർ തമ്മിലുള്ള ആദ്യത്തെ പ്രവൃത്തി എന്തായിരുന്നു? അസുഖമെന്ന് കേട്ട ഉടനെ ഓടിച്ചെന്ന് കാണും, പ്രാർത്ഥിക്കും, ആശ്വസിപ്പിക്കും, എന്തെങ്കിലും സഹായം വേണേലൊക്കെ ചെയ്യും. ഇപ്പോഴോ? ഇപ്പൊ എന്താ നമ്മൾ ചിന്തിക്കുന്നത്? അന്നത്തെ ആ ഒരു ആന്തരികമായൊരു സ്നേഹവും തള്ളലും കാണാനുള്ള ആഗ്രഹവും ഇന്ന് നമുക്കുണ്ടോ? ഇന്ന് ചിലപ്പോൾ നമ്മൾ മനസ്സിൽ ഇച്ചിരി അനുഭവിക്കട്ടെ അവിടെ കിടന്ന്. ഇനി നമുക്ക് എന്തെങ്കിലും ഇച്ചിരി കുറവുള്ള ആളാണേൽ നമ്മൾ എന്തും കൂടെ പറയും, ദൈവം ഒരെണ്ണം കൊടുത്താന്ന് പറഞ്ഞു. ചിന്തിച്ചു നോക്കിയാൽ സഹോദരന്മാരെ, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം കേട്ടപ്പം ഒരു പാസ്റ്റർ ഇങ്ങനെ ചോദിച്ചു, രക്ഷിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ 1 പത്രോസ് 2:1 പറഞ്ഞു, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും എല്ലാ നുണയും നീക്കുക. നമ്മുടെ ഉള്ളിൽ നുണയുണ്ടോന്നാ പുള്ളി ചോദിച്ചത്. എന്താ നമ്മുടെ ഉള്ളിൽ നുണയുണ്ടാകാനുള്ള കാരണം? എന്താ? നമ്മുടെ ദേഹിയുടെ വീണ്ടെടുപ്പ് നടക്കാത്തത് കൊണ്ടാ. ദേഹിയിൽ ഇതെല്ലാം ഉണ്ട്, ദേഹിയിൽ ഇതേ ഉള്ളൂ. പൗലോസ് റോമാലയൻ 7-ാം പറഞ്ഞു, എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മയില്ലെന്ന് മാത്രമല്ല, പിന്നെ എന്തേ ഉള്ളൂ? തിന്മയേ ഉള്ളൂ. അപ്പൊ ഈ 2ാം ഘട്ട ശുദ്ധീകരണം, ദേഹിയുടെ വീണ്ടെടുപ്പിന്റെ തലത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ ദൈവജനത്തിന്റെ അനുസരണത്തിലൂടെ നമ്മളെ തന്നെ പുതുക്കുമ്പോഴാണ് നമ്മുടെ ഈ പാപ സ്വഭാവത്തിൽ നിന്നുള്ള, പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ നമുക്ക് കിട്ടുന്നത്. മറ്റേത് പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ കിട്ടി വീണ്ടും ജനിച്ചപ്പോൾ. എന്നേക്കുമായി മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും രക്ഷിച്ചു. നമ്മൾ മരണഭീതിയിൽ സ്വതന്ത്രരായി തീർന്നു. ഇനി നമ്മുടെ മേൽ പാപത്തിന്റെ ശക്തിയുണ്ട്. ആ പാപത്തിന്റെ ശക്തി എന്നുള്ള വീണ്ടെടുപ്പാണ് ഈ 2ാം ഘട്ടത്തിൽ നമ്മൾ നടക്കുന്നത്. അവിടെ നമ്മൾ പുറത്തു വരുന്നത് ദൈവന പ്രകാരം ദൈവാത്മാവിന്റെ പുതുക്കത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അളവിലാണ്. ഇപ്പൊ നമ്മുടെ ആത്മാവിൽ ശുദ്ധീകരണം വർദ്ധിച്ചു വന്ന് ദേഹിയിലും വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ദേഹം അതിനെ പിന്തുടരും, അല്ലേ? ഇപ്പം ചിലരെ കാണാൻ കോപം വന്നാണ് ഇങ്ങനെ വിറയ്ക്കുന്ന കാണാം, ഇല്ലേ? പല്ലൊക്കെ കടിച്ച് വിറച്ച് മുഖത്തെ ഭാവമൊക്കെ മാറിയില്ലേ, കണ്ണൊക്കെ ഇങ്ങനെ വീർത്ത് വന്ന്. സ്നേഹം വരുമ്പോഴോ ആ ആൾക്ക് തന്നെ ഒരു സ്നേഹത്തിന്റെ ഒരു വരുമ്പോഴോ ഒരു ചിരിയും, അല്ലേ, ഒരു പ്രത്യേകത മുഖത്തുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും മാറും ഇങ്ങോട്ടും മാറും. എന്തുകൊണ്ടാണ്? ഈ ദേഹിയുള്ള ശുദ്ധീകരണം നടക്കാത്തതുകൊണ്ട്. ദേഹിയുടെ ഉള്ളിൽ ശുദ്ധീകരണം നടക്കും തോറും നമ്മൾ എങ്ങനെ ആയിത്തീരും? എല്ലാ സാഹചര്യത്തിലും ഒരുപോലെ ഇരിക്കും. നമ്മുടെ ശരീരത്തിലൂടെ പ്രകടിപ്പിക്കുന്ന ഭാവങ്ങള് ആത്മാവിന്റെ ഭാവങ്ങളായിട്ട് തീരും നമ്മുടെ ദേഹിയിലെ ശുദ്ധീകരണം നടക്കുമ്പോൾ. എന്തുകൊണ്ടാണ് ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ, നമ്മുടെ കുടുംബ ജീവിതങ്ങളിലൊക്കെ നമുക്കറിയാം, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. നമ്മള് ഈ ഒരു ശുദ്ധീകരണത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആണ് നമ്മളൊരു സാക്ഷിയായി തീരുന്നത്, വെളിച്ചമായി തീരുന്നത്. നമ്മളെ കാണുന്നവരോട് പറയില്ല, അയൽവക്കാർ പറയും, ഇവന്റെ വീട്ടിൽ എന്നും ഒച്ചയും ബഹളവും പടയൊക്കെയായിരുന്നു, ഇപ്പം ഭയങ്കര ശാന്തതയും സമാധാനമൊക്കെ ആണല്ലോ. മറ്റു 2 പേരും കൂടെ ഒന്നിച്ചൊരിടത്തും പോകില്ലായിരുന്നു, ഇപ്പം പിരിഞ്ഞിരിക്കുകയല്ല, 2 പേരും കൂടെ ഒന്നിച്ച എല്ലായിടത്തും. എന്താ കാരണം? എന്താ?
നമ്മുടെ ദേഹിയിലുള്ള ശുദ്ധിയല്ല, പാപത്തിന്റെ ശക്തി എന്നുള്ള വിടുതൽ നമ്മൾ അനുഭവിക്കുന്നതുകൊണ്ടാണ് ആ ഒരു വണ്ണസ് വരുന്നത്, ഒരുമ വരുന്നത്. മറ്റേ ഭാര്യയെ കാണുമ്പം ഒരു മുറുമുറുപ്പോടെയായിരുന്നു നോക്കുന്നത്, ഇല്ലേ? പക്ഷെ ഇപ്പോഴോ ഈ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഭാര്യയോ കാണുന്നത് അടുത്തിരിക്കുന്നതൊക്കെ ഒരു സന്തോഷമായിത്തീരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഒരു പ്രവൃത്തിയിലൂടെയാണ് നമ്മളെ സാക്ഷികളാക്കി തീർക്കുന്നത്. മറ്റുള്ളവരോട് നമുക്ക് എന്ത് സാക്ഷിയാണ് പറയാനുള്ളത്? യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. അപ്പൊ ചോദിക്കുക, നിങ്ങളുടെ ഏതൊക്കെ പാപത്തിൽ നിങ്ങൾ രക്ഷിച്ചു? അന്നേരം നമ്മൾ പറയും പാപത്തിൽ നിന്ന് രക്ഷിച്ചു, പാപമെല്ലാം ക്ഷമിച്ചു എന്ന് പറയില്ലേ? ഇപ്പൊ ഒരാൾ ചോദിക്കും നിങ്ങളുടെ കോപത്തിൽ നിങ്ങൾ രക്ഷിച്ചോ? അത്ര നമ്മളെന്താ പറഞ്ഞേ? നമ്മുടെ മറുപടി എന്താ? കോപത്തിൽ നിന്ന് രക്ഷിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ദൈവം ക്ഷമിക്കുന്നുണ്ട്. അത് പഴയ നിയമകാലത്തും ഉണ്ടായിരുന്നു ക്ഷമ. പക്ഷെ കർത്താവ് വന്നതിന്റെ ഉദ്ദേശം എന്താ? മത്തായി 4 എന്താ പറയുന്നത്? അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നതുകൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ ആഴത്തിൽ എഴുതേണ്ട ഒരു കാര്യം, നമുക്ക് എന്താ ആവശ്യം? പാപക്ഷമ മാത്രം പോരാ, അത് പാപത്തിൽ നിന്നുള്ള വിടുതലേക്കുള്ള ആദ്യത്തെ പടിയാണ്. പാപത്തിൽ നിന്നുള്ള വിടുതലാണ് നമുക്ക് ആവശ്യം. അങ്ങനെ നമ്മുടെ ആത്മാവിലുള്ള ശുദ്ധീകരണം വർദ്ധിച്ചു വരുന്നു, ദേഹിയിലുള്ള ശുദ്ധീകരണം വർദ്ധിച്ചു വരുന്നു. ദേഹത്തിന്റെ വീണ്ടെടുപ്പ് എന്താ നടക്കുന്നത്? 1 യോഹന്നാൻ 3:3 അവൻ വീണ്ടും പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്ന പോലെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൺമയമായ ശരീരം മാറി, മരണമുള്ള മർത്യമായ ഈ ശരീരം മാറി മരണമില്ലാത്ത വിണ്മയമായ തേജസ്സുള്ളൊരു ശരീരം പ്രാപിക്കും. അന്നാണ് നമ്മുടെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കപ്പെടുന്നത്. ഈ രണ്ടാമത്തെ ഘട്ടമാണ് പ്രധാനപ്പെട്ട ഒരു ഘട്ടം. ഇസ്രായേലിന് നഷ്ടപ്പെട്ടത് അതായിരുന്നു. അവർ ആദ്യത്തെ ഘട്ടം അനുഭവിച്ചവരാ. കുഞ്ഞാൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു, കഴുകപ്പെട്ടു, മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. പക്ഷേ രണ്ടാമത്തെ ഘട്ടത്തിൽ എന്തു പറ്റി? പിറുപിറുത്തു, മോഹിച്ചു, പരാതി പറഞ്ഞു, മത്സരിച്ചു, പട്ടുപോയി. ഈ രണ്ടാമത്തെ ഘട്ടമാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഈ സഭയിൽ നിരന്തരമായി, അതുകൊണ്ടാണ് നമ്മൾ ഇബ്രാഹിം 3 വായിക്കുന്നത്, പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് പറയുന്നിടത്തോളം അന്യോന്യം നാളെതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവീൻ. അപ്പൊ നമ്മൾ ഒന്നിച്ചു കൂടുന്നതിന്റെ ഉദ്ദേശം എന്താ? പാപത്തിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ, കഠിനപ്പെടാതിരിക്കാൻ. അപ്പൊ നമ്മൾ നിരന്തരമായിട്ട് ഈ ഒരു സത്യമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സഭകളില്. മറ്റുള്ളവരും നമുക്കുള്ള പ്രത്യേകത ഇത് തന്നെയാണ്. ഈ ഒരു സത്യം മറ്റുള്ളിടത്തൊന്നും പ്രഘോഷിക്കപ്പെടുന്നില്ല. അവർ പാപക്ഷമ കൊണ്ട് തൃപ്തരാണ്. പക്ഷെ നമ്മൾ പാപക്ഷമ കൊണ്ട് തൃപ്തരല്ല. നമുക്ക് പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലും വേണം. നമുക്ക് എങ്ങനെ ആയിത്തീരണം? കർത്താവിനെ പോലെ തന്നെ ആയിത്തീരണം. അങ്ങനത്തെ ആഗ്രഹം നമ്മുടെ മുമ്പിലുണ്ട്. എനിക്ക് യേശുവിനെ പോലെ ആവണം, യേശുവിൻ്റെ അതേ സ്വരൂപം, യേശുവിൻ്റെ ക്ഷമ, കരുണ, സഹിഷ്ണുത, വിശുദ്ധി, ഇതെല്ലാം എനിക്ക് വേണമെന്നൊരാഗ്രഹം നമുക്കുണ്ട്. അങ്ങോട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. തൻ്റെ പുത്രന്റെ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ആ മുൻനിയമനത്തെ മുറുകെ പിടിക്കാൻ സഹോദരന്മാരെ. നമ്മൾ മറ്റു ലോകത്ത് വേറൊരു സഭകളിൽ ഈ സത്യം കേൾക്കുന്നില്ല. അവിടെ അവർ ഈ വൈകാരികമായ അനുഭൂതികളിൽ തൃപ്തരാണ്. വൈകാരികമായ അനുഭൂതികളിൽ അവരെ തൃപ്തരാണ്. പക്ഷെ നമ്മൾ അതിൽ തൃപ്തരാവരുത്. നമ്മൾ യാഥാർത്ഥ്യങ്ങളായിരിക്കണം തൃപ്തരായി തീരേണ്ടത്. അതുകൊണ്ട് നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു വിളിയെ മുറുകെ പിടിച്ച് അന്യോന്യം ഉത്സാഹിപ്പിച്ചും പ്രബോധിപ്പിച്ചും, ഒരു സഹോദരനോ സഹോദരിക്കല്ലേ ഭാര്യയ്ക്ക് ഒരു വീഴ്ച വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഉത്സാഹിപ്പിക്കുകയും. നമ്മൾ സാറിന് എന്താ ചെയ്യുന്നേ? കുറ്റപ്പെടുത്തും. കർത്താവ് എന്തേലും നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? എന്തായാലും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റപ്പെടുന്നുണ്ട് സാത്താന, കർത്താവ് ഒരിക്കലും കുറ്റപ്പെടുത്തത്തില്ല. കുറ്റപ്പെടുത്തൽ നമ്മൾ കേൾക്കുന്നുണ്ട്, സാത്താനിൽ നിന്ന് വരുന്നത്, കർത്താവിൽ നിന്ന് വരത്തില്ല. കർത്താവ് ഒരിക്കലും കുറ്റപ്പെടുത്തത്തില്ല. കർത്താവ് കുറ്റം പറയും, കുറ്റം കാണിച്ചു തരും. അതിന്റെ മുകളിൽ ഉദ്ദേശം എന്താ? മാനസാന്തരപ്പെടാൻ. വെളിപ്പാട് ദിവസം നമ്മൾ വായിക്കുന്നുണ്ട്, നന്മയെല്ലാം പറഞ്ഞതിന് ശേഷം നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ടാകിയാൽ മാനസാന്തരപ്പെടുക. കർത്താവ് സംസാരിക്കുന്ന എപ്പോഴും ഒരു ഉത്സാഹം തരുന്നത്, മാനസാന്തരപ്പെടാനുള്ള ആഹ്വാനം തരുന്നത്. സാത്താൻ വരുമ്പോഴെന്ത് പറയും? രക്ഷയില്ല, നീ മിണ്ടാണ്ടവിടെ ഒരു മൂലയ്ക്ക് ഇരുന്നോ, നീ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല, നീ പാപത്തിൽ നിന്നും രക്ഷപ്പെടത്തില്ലെന്നേ പറയത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ശബ്ദം തിരിച്ചറിയാൻ ശ്രദ്ധയുള്ള ചെവിയുള്ളവരുമായിരിക്കണം. ഈ ഒരു വിളിക്ക് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഈ ഒരു പോരാട്ടത്തിലായിരിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.